നമസ്കാരം. നമ്മൾ ആർക്കെങ്കിലും ഒരു വാക്ക് കൊടുക്കുമ്പോൾ അത് പാലിക്കണം, അല്ലേ? എന്നാൽ കൊടുക്കാത്തൊരു വാക്കിന്റെ പേരിൽ ആരെങ്കിലും ഉത്തരവാദിയാകുമോ? ഏകദേശം 150 വർഷം പഴക്കമുള്ള കുറച്ച് റെയിൽവേ ട്രക്കുകളെ ചൊല്ലിയുള്ളൊരു തർക്കത്തിന്റെ കഥയാണിത്. നിയമചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച പറയാതെ പോയൊരു വാഗ്ദാനത്തിന്റെ കഥ. അപ്പോൾ നമുക്കീ കേസിന്റെ ഉള്ളറകളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം. ആദ്യം ഈ കഥയിലെ 3 പ്രധാനികളെയും അവർ തമ്മിലുള്ള തർക്കത്തെയും പറ്റി പറയാം. പിന്നെ എങ്ങനെയാണ് ഈ വിഷയം കോടതിയിലെത്തിയതെന്നും കോടതിയുടെ ആ നിർണായക വിധി എന്തായിരുന്നെന്നും നോക്കാം. അതിലൂടെ നിലവിൽ വന്ന ഒരു പ്രധാന നിയമതത്വത്തെക്കുറിച്ചും എന്തുകൊണ്ടാണ് ഈ പഴയ കേസ് ഇന്നും ഇത്ര പ്രസക്തമാകുന്നതെന്നും നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം. ഏതൊരു ക്ലാസിക് തർക്കം പോലെയാണ് ഇതും. 3 കൂട്ടർ, കുറച്ച് വിലപിടിപ്പുള്ള സാധനങ്ങൾ, ആർക്കും ഒരു വിട്ടുവീഴ്ചയ്ക്കും മനസ്സില്ല. കേൾക്കുമ്പോൾ ചിലപ്പോൾ തമാശയായി തോന്നാം, പക്ഷെ ഇത്രയും വലിയൊരു നിയമപോരാട്ടത്തിന് കാരണമായത് വെറുമൊരു കൂട്ടം റെയിൽവേ ട്രക്കുകളായിരുന്നു. സംഭവം വളരെ ലളിതമായി തോന്നാമെങ്കിലും ഇതിന്റെ പുറകിലെ നിയമക്കുരുക്കുകൾ അത്ര ചെറുതായിരുന്നില്ല. അപ്പോൾ ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമതായി ഡഗ്ഡെയിൽ. ട്രക്കുകൾ കയ്യിലുണ്ടായിരുന്ന ഇദ്ദേഹമാണ് ശരിക്കും വെട്ടിലായത്. രണ്ടാമൻ ലവറിംഗ്, തനിക്ക് ട്രക്കുകൾ വേണമെന്ന് ശക്തമായി വാദിച്ചയാൾ. പിന്നെ മൂന്നാമതൊരു കൂട്ടർ കൂടിയുണ്ട്, കെ.പി. കമ്പനി. ആ ട്രക്കുകൾ ശരിക്കും തങ്ങളുടേതാണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയവർ. ശരി, ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ലളിതമായ ഉടമസ്ഥാവകാശ തർക്കം പറയാതെ പോയൊരു വാക്കിന്റെ പേരിൽ സങ്കീർണമായൊരു നിയമപ്രശ്നമായി മാറിയതെന്ന്. ഇവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ് വരുന്നത്. ലവറിംഗ് ഡഗ്ഡെയിലിനോട് ട്രക്കുകൾ തനിക്ക് തരാൻ ആവശ്യപ്പെട്ടു. ആരുടെ വാദമാണ് ശരിയെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ഡഗ്ഡെയിൽ ലവറിങ്ങിനോടൊരു ഉറപ്പ് ചോദിച്ചു. അതായത് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ലവറിംഗ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ എന്നൊരു ഇൻഡെംനിറ്റി ബോണ്ട്. പക്ഷേ ലവറിംഗ് അതിനൊരു മറുപടിയും കൊടുത്തില്ല. എങ്കിലും ഡഗ്ഡെയിൽ ട്രക്കുകൾ ലവറിങ്ങിന് കൈമാറി. അതിന്റെ ഫലമോ? കെ.പി. കമ്പനി ഡഗ്ഡെയിലിനെതിരെ കേസ് കൊടുത്തു, ജയിച്ചു. ഡഗ്ഡെയിലിന് വലിയൊരു തുക നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. കണ്ടില്ലേ, ഒരൊറ്റ മൗനം വരുത്തിവെച്ച വിന. ഇതോടെ കോടതിയുടെ മുന്നിൽ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം വന്നു. ലോവറിങ്ങിന്റെ ആവശ്യപ്രകാരമാണ് ഡഗ്ഡെയിൽ പ്രവർത്തിച്ചത്. പക്ഷെ അതിന്റെ ഫലമായി പണം നഷ്ടമായത് ഡഗ്ഡെയിലിനാണ്. അപ്പോൾ ഈ നഷ്ടത്തിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ആവശ്യപ്പെട്ട ലോവറിങ്ങിനോ അതോ പ്രവർത്തിച്ച ഡഗ്ഡെയിലിനോ? അങ്ങനെ ഡഗ്ഡെയിൽ ശരിക്കും പെട്ടുപോയി. ലവറിംഗ് പറഞ്ഞത് കേട്ടു, കയ്യിൽ നിന്നും പണവും പോയി. ഈയൊരു സാഹചര്യത്തിൽ കോടതി എന്ത് തീരുമാനമായിരിക്കും എടുത്തത്? നമുക്ക് നോക്കാം. കോടതിയില് 2 വാദങ്ങളാണ് പ്രധാനമായും ഉയർന്നുവന്നത്. ഒരു വശത്ത് ഡഗ്ഡെയിൽ പറഞ്ഞു, നിങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ട്രക്കുകൾ കൈമാറിയത്, അതുകൊണ്ട് എന്റെ നഷ്ടം നിങ്ങൾ നികത്തണം. മറുവശത്ത് ലവറിങ്ങിന്റെ വാദം ഇതായിരുന്നു, ഞാൻ നിങ്ങൾക്ക് രേഖാമൂലം ഒരു ഉറപ്പും തന്നിട്ടില്ല, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്കിലാണ് അത് ചെയ്തത്. അപ്പോ കോടതി എന്തു പറഞ്ഞു എന്നല്ലേ? വിധി ഡഗ്ഡെയിലിന് അനുകൂലമായിരുന്നു. കോടതിയുടെ കണ്ടെത്തൽ വളരെ രസകരമായിരുന്നു. ലവറിംഗ് ഒരു ഉറപ്പും എഴുതിക്കൊടുത്തില്ല എന്നത് ശരിയാണ്. പക്ഷേ ഡഗ്ഡെയിൽ അങ്ങനൊരു ഉറപ്പ് ആവശ്യപ്പെട്ടതിലൂടെ തന്നെ ഒരു കാര്യം വ്യക്തമാണ്. ആ ഉറപ്പില്ലാതെ ട്രക്കുകൾ കൈമാറാൻ ഡഗ്ഡെയിൽ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ലവറിങ്ങിന്റെ ആവശ്യം ഒരു പരോക്ഷമായ വാഗ്ദാനമായി കണക്കാക്കപ്പെട്ടു. ഈ വിധി ഒരു സാധാരണ വിധിയായിരുന്നില്ല. അത് നിയമലോകത്ത് ഇന്നും നമ്മൾ ഉപയോഗിക്കുന്ന വളരെ നിർണായകമായ ഒരു തത്വത്തിന്, അതായത് പ്രിൻസിപ്പിൾ ഓഫ് ഇംപ്ലൈഡ് ഇൻഡെംനിറ്റിക്ക് രൂപം നൽകി. അപ്പോൾ എന്താണ് ഈ തത്വമെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഇതാണ് ഈ കേസിന്റെ കാതൽ. ഒരു നഷ്ടപരിഹാര കരാർ എപ്പോഴും എഴുതിയൊപ്പിട്ടൊരു രേഖയാവണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തികളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും അങ്ങനെയൊരു കരാർ നിലവിൽ വരാം. ലവറിംഗ് ഒന്നും പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആവശ്യവും ഡഗ്ഡെയിലിന്റെ പ്രവൃത്തിയുമെല്ലാം ചേർന്നപ്പോൾ അവിടെ പറയാതെ തന്നെ ഒരു കരാർ രൂപപ്പെടുകയായിരുന്നു. അപ്പോൾ ഈ തത്വം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ഒരാള്, അതായത് പാർട്ടി എ, നിങ്ങളോട്, അതായത് പാർട്ടി ബിയോട് നിയമവിരുദ്ധമല്ലാത്ത ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നു എന്ന് കരുതുക. നിങ്ങൾ അത് ചെയ്യുന്നു. പക്ഷെ അത് ചെയ്തതുകൊണ്ട് നിങ്ങൾക്കെന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ അത് നികത്താൻ പാർട്ടി എ ബാധ്യസ്ഥനാണ്. ഡഗ്ഡെയിലിന്റെ കാര്യത്തിൽ സംഭവിച്ചതും ഇതുതന്നെയാണ്. അപ്പോൾ ഒരു സംശയം തോന്നാം, അല്ലേ? 150 വർഷം മുൻപുള്ള ഈ റെയിൽവേ ട്രക്കിന്റെ കഥയൊക്കെ നമ്മളെപ്പോഴും എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? കാരണം ഈ കേസിന്റെ സ്വാധീനം ഇന്നത്തെ ആധുനിക കരാറുകളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഈ പഴയ കേസിൽ നിന്ന് നമുക്കിന്ന് എന്ത് പഠിക്കാനുണ്ട്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പ്രവൃത്തികൾക്ക് എഴുതിയ വാക്കുകളോളം തന്നെ ശക്തിയുണ്ട് എന്നതാണ്. രണ്ടാമതായി, നമ്മൾ ഒരാളോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അതിൽ പറയാത്ത ചില ഉത്തരവാദിത്തങ്ങൾ കൂടി അടങ്ങിയിട്ടുണ്ടാകാം. അതുകൊണ്ട് എപ്പോഴും തർക്കങ്ങൾ ഒഴിവാക്കാൻ കാര്യങ്ങൾ വ്യക്തമായി രേഖാമൂലം തന്നെ ഉറപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്.
നല്ല ഉദ്ദേശത്തോടെ മറ്റൊരാളുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ സംരക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തത്വം കൂടിയാണിത്. ഒന്നാലോചിച്ചു നോക്കിയേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എഴുതിവെക്കാത്ത എത്രയെത്ര ധാരണകളെയും വാഗ്ദാനങ്ങളെയും ആശ്രയിച്ചാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ടു പോകുന്നത്. ഒരു നാൾ അവയൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ച എല്ലാവർക്കും നന്ദി.